ഏതൊരു പോരാളിയും പോരാളിയായി മാറുന്നത് എതിരാളി ശക്തനാകുമ്പോഴാണ്. എതിരാളി എന്ന് പറയുമ്പോൾ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ നമ്മളോട് മല്ലടിക്കാൻ വരുന്ന എതിരാളികൾ അത് സാമ്പത്തികമായി വരാം, അല്ലെങ്കിൽ അത് ഒരു രോഗമായി വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിപത്തായി വരാം. ഏത് രൂപത്തിൽ വന്നാലും അതിനൊക്കെ തൻ്റെ ഇടത്തോടുകൂടി നേരിടാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അതിനെ നമ്മൾ തയ്യാറെടുത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. കാരണം നമ്മൾ അപ്രതീക്ഷിതമായി നമ്മുടെ സുഹൃത്ത് നമ്മുടെ മുതുകിലൊന്ന് അടിച്ചാൽ, ചെറുതായിട്ടൊന്ന് അടിച്ചാൽ നമുക്ക് നല്ലതുപോലെ വേദനിക്കും. അതേസമയം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് സുഹൃത്ത് നമ്മളെ ഒന്നുകൂടി ശക്തിയായി അടിച്ചാൽ പോലും നമുക്ക് വേദനിക്കാറില്ല. കാരണം നമ്മൾക്ക് പലപ്പോഴും ഇത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മളെ മുതുകിലൊന്ന് തട്ടുമ്പോൾ, തമാശക്കാണെങ്കിലും ഒന്ന് അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വേദനിക്കുകയും പെട്ടെന്ന് തിരിച്ച് ദേഷ്യപ്പെടുകയും ചെയ്യും. എന്തിനാണ് നീ ഇങ്ങനെ അടിച്ച്, എനിക്ക് നല്ലോണം വേദനിച്ചല്ലോ എന്ന് പറയും. എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സുഹൃത്ത് പറയും, ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചതല്ലേ ഉള്ളൂ, തമാശക്ക് അടിച്ചതല്ലേ. പക്ഷെ ആ തമാശക്കുള്ള അടിയാണെങ്കിലും നമ്മളെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അടിയായതുകൊണ്ട് ആ അടി നമുക്ക് നന്നായി വേദനിക്കും. അതേസമയം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ അതിന് തയ്യാറെടുത്തിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് ഇടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് അടിച്ചാൽ, ശക്തിയായി ഒന്ന് അടിച്ചാലും നമുക്ക് വല്ലാതും വേദനിക്കാറില്ല, നമ്മൾ തിരിച്ചൊന്നും പറയാറുമില്ല. അത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ മുൻകൂട്ടി നമ്മൾ തയ്യാറെടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ ആ പകച്ചു പോകുകയില്ല, നമുക്ക് അത്രയും വേദന നമുക്ക് ഫീൽ ചെയ്യുകയില്ല. കാരണം ജീവിതത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, നഷ്ടപ്പെടാത്ത ഒന്നും തന്നെയില്ല. നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ടു പോകാം, നമ്മളെ മക്കൾ നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ നമ്മളെ വീട് നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ നമ്മുടെ വാഹനം നഷ്ടപ്പെട്ടു പോകാം. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നാൽ നമുക്കൊരിക്കലും അത് നഷ്ടപ്പെട്ടാൽ, ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ, ഇനി അഥവാ നഷ്ടപ്പെട്ടാൽ നമുക്കതിനെ നേരിടാൻ ഉള്ള ചങ്കൂറ്റവും ആ സാഹചര്യത്തെ നമുക്ക് നേരിട്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം നമ്മളിത് തയ്യാറെടുത്തില്ല എങ്കിൽ, അങ്ങനെ ഒരു മാനസികമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നമ്മളുടെ ഒരു മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ സാധിക്കില്ല. അങ്ങനെ എത്രയോ ആളുകൾ മാനസിക നില തെറ്റിയവരുണ്ട്. ഭാര്യ മരണപ്പെടുമ്പോൾ മാനസിക നില തെറ്റിയവരുണ്ട്, ഭർത്താവ് മരണപ്പെടുമ്പോൾ മാനസിക നില തെറ്റിയവരുണ്ട്, കച്ചവടം തകരുമ്പോൾ മാനസിക നില തെറ്റിയവരുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള രീതിയിൽ ആളുകളുടെ മാനസിക നില തെറ്റാൻ കാരണം വേറൊന്നുമല്ല, അവർ മാനസികമായി തയ്യാറെടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്.